ചേച്ചിയുമായിട്ട് എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഗിരിയേട്ടനാ. ഗിരിയേട്ടനെ ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഡിവോഴ്സോ? അതെ. സ്വന്തം അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരാളുടെ കൂടെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഗിരിയേട്ടനെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അങ്ങനെ ഒരു തീരുമാനം ചേച്ചി എടുത്താൽ മതി. അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമല്ല ഞാനും മഞ്ജുവും തമ്മിലുള്ളത്. ആ ആത്മവിശ്വാസം ഉണ്ടാവാൻ കാരണം ഗിരിയേട്ടന്റെ കുഞ്ഞിനെ ചേച്ചി ചുമക്കുന്നുണ്ടല്ലേ. അല്ലാതെ ഒരിക്കലും ചേച്ചിക്ക് ഗിരിയേട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല. അതെനിക്ക് ഉറപ്പാ. നീ നേരത്തെ എത്തിയോ? നീയേ നേരെ കോടതിയിലേക്ക് പോയാലും മതിയായിരുന്നു. ഞാനേ ഡ്രസ് ചെയ്തിട്ട് വരാം. നിനക്ക് ഇവിടെ ഒന്ന് ഉപദേശിച്ചൂടെ? പ്രതികാരം ചെയ്യാൻ നടന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുള്ളൂ. മഹിമ അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള കുട്ടിയാ. ഇവളെ ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവക്ക് ശരിയെന്ന് തോന്നണം ഇവള് ചെയ്യട്ടെന്നേ. അതെ, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവനെ പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നല്ല പേടിയുണ്ട്. അങ്ങനെ എന്നെ പിടിക്കാൻ കഴിവുള്ള പോലീസുകാരോ നാട്ടുകാരോ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. നീ ഇതുവരെ പിടിക്കപ്പെടാത്തോണ്ടാ ഈ അഹങ്കാരമൊക്കെ പറയുന്നത്. പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഈ പണിക്ക് ഇറങ്ങുന്നെങ്കിലോ? എല്ലാ കള്ളന്മാരും ഇങ്ങനൊരു കോൺഫിഡൻസും കൊണ്ടാ നടക്കുക. അവസാനം പിടിക്കപ്പെടുമ്പോ ഒന്നിനും പോണ്ടായിരുന്നു എന്നൊരു ചിന്ത മാത്രമേ ബാക്കിയുണ്ടാവൂ. എനിക്കൊരു കുറ്റബോധമോ വീണ്ടും വിചാരമോ ഇല്ല. ഗോപാലൻ ഒരു മോശം മനുഷ്യനാണ്. എന്റെ അച്ഛനെ കൊന്നവനാ. ഗിരിയേട്ടൻ ഇതൊക്കെ അറിഞ്ഞിട്ടും അയാളുടെ കൂടെ നിൽക്കുക. ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമോ അധികാരമോ ഇല്ല. പിന്നെ അത് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ. അതെ, കഴിഞ്ഞ തവണ ഞാനില്ലാത്തോണ്ടാ നിനക്ക് ആ കാശ് നശിപ്പിക്കാൻ കഴിഞ്ഞത്. ഇനി ഗോപാൽജിക്ക് കാവലായിട്ട് ഞാനുണ്ടാവും. ഇനി ഒരു തവണ കൂടി നീ ചെയ്തതുപോലെ എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ തടയും. അങ്ങനെയാണെങ്കിൽ ഗോപാലന് കൊടുക്കാൻ പോകുന്ന അടുത്ത പണി ഗിരിയേട്ടന്റെ മൂക്കിന്റെ താഴെ കൂടെ പോയിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത്. നീ എന്നെ വെല്ലുവിളിക്കാണോ? അതെ. ഗിരിയേട്ടന് അത്ര വലിയ സംഭവമാണെങ്കിൽ എന്നെ ഒന്ന് തടഞ്ഞു കാണിക്കും.